ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പുതിയ വീട്ടിൽ വന്ന ശേഷം തേങ്ങടലിൻ്റെ ദിവസമായിട്ടെന്ന് ശരിക്കും ഞാൻ തന്നെ ഇവിടെ സെറ്റായിട്ടില്ല. അപ്പോൾ തേങ്ങടാൻ ആൾക്കാർ രാവിലെ തന്നെ വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായി. പിന്നെ എനിക്ക് ഒരുപാട് പണികളുണ്ടായിരുന്നു അന്ന്. എന്താ പറയുക, നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കുണ്ടല്ലോ, വീട്ടിൽ വർക്ക് ഫ്രം ഹോമിൻ്റെ ആൾക്കാർക്കുണ്ടല്ലോ. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അവർക്ക് വീട്ടിലെ പണികളും ചെയ്യണം, നമ്മൾ ശരിക്കുള്ള ജോലിയും ചെയ്യണം, എല്ലാം കൂടിയുള്ളൊരവസ്ഥയാണ്. എനിക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ള ദിവസമായിരുന്നു ഇന്ന്. ഒരുപാട് പണികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ലായിരുന്നു. അവരാണെങ്കിൽ കോൾ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്ത് തേങ്ങ ഇടുന്ന സമയത്തൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കാരണം നമ്മൾ എന്താ പറയുക, തേങ്ങയുടെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ. വീടിൻ്റെ അകത്ത് മീൻസ് കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള തേങ്ങ ഒക്കെ ഇടുമ്പോഴും നോക്കണമല്ലോ. അപ്പോൾ അവരെനിക്ക് ഇളനീര് വെട്ടി തന്നു, കരിക്ക് വെട്ടി തന്നു. അപ്പോൾ കരിക്കൊക്കെ കുടിച്ച് ഞാൻ ഉമ്മയും കൂടി പുറത്തേക്ക് ഇറങ്ങി. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റത്തെ വ്ളോഗിലൊക്കെ ഉമ്മ എവിടെ പോയിന്ന്. ഉമ്മ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പിന്നെ വീഡിയോ എടുക്കാത്തതാണ്. ഉമ്മ പിന്നെ എന്താ പറയുക, ഉമ്മാൻ്റെ കംഫർട്ടബിളായിട്ടുള്ള രീതിയിലായിരിക്കും ഉമ്മ നടക്കുന്നത്. അപ്പം ഞാൻ തട്ടിടാത്ത സമയത്തൊന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും ഉമ്മയുടെ തട്ടൊക്കെ ഇട്ടിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. കാരണം കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഉമ്മ എവിടെയെന്ന്. അപ്പോൾ ഉമ്മനെ കാണണമെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അപ്പോൾ കരിക്കൊക്കെ കുടിച്ച് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷമാണ് ശ്രദ്ധിച്ചത് നിന്ന് കുടിച്ചത്, നടന്ന് കുടിക്കുന്നൊക്കെ. അപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് കുടിക്കാമായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. കരിക്ക് കണ്ട ആ ഒരു ഇതിൽ ഇൻട്രസ്റ്റിൽ വേഗം നിന്ന് കുടിച്ച്. പിന്നെന്താ അവിടെ ഇങ്ങനെ ഞാനിവിടെ രാവിലെ ഒന്ന് മുറ്റടിച്ച് പോയതാണ് കേട്ടോ. ഇലകളൊക്കെ നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അതാണെങ്കിൽ നമ്മൾ എത്ര അടിച്ച് വാരിയാലും അവിടെ ഇങ്ങനെ ആ ഒരു ഇൻ്റർലോക്കിൻ്റെ മേലെ ഇങ്ങനെ കിടക്കുമ്പോഴേ നമുക്കെന്തോ ഒരു പൊറുതിയേടാണ്. അപ്പം ഞാൻ ഇല ഇങ്ങനെ പെറുക്കിയെടുക്കുക എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ഇനി മക്കൾക്ക് പഠിപ്പിച്ച് കൊടുക്കണം ഇല പെറുക്കുന്നതൊക്കെ. കുറേ ഇല പെറുക്കി പോയതാണ്. തേങ്ങ ഇട്ടപ്പം വീണ്ടും കച്ചറായി. അപ്പോൾ ഓരോന്നും പെറുക്കിയെടുക്കണം. അടിച്ച് വാരിയാൽ പോകുന്നില്ല അതിൽ. ഇനി മുറ്റടിച്ച് വരാനായിട്ട് വേറൊരു ചൂല് വാങ്ങിക്കാനുണ്ട്. നിന്ന് അടിച്ച് വരാൻ, കുനിയാണ്ട് അടിച്ച് വരാനുള്ള ചൂല്, അല്ലെങ്കിൽ ബ്ലോവർ, നമ്മൾ ഐഷാസ് കാട്ടിലെ ബ്ലോവർ എടുക്കണം എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതാ എന്താണ് ബ്ലോവറിൽ ഈ സംഭവങ്ങളൊന്നും പോകില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ പുല്ലുണ്ടല്ലോ, പുല്ലുമത്തെ ഇലകളെടുക്കാൻ സെപ്പറേറ്റായിട്ട് നല്ലൊരു നീണ്ട കൊള്ളി തന്നെ വേണ്ടി വരും. അപ്പോൾ നമ്മളെ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് ഇടുകയാണ്. അപ്പം ഈ തേങ്ങ ഒക്കെ പെറുക്കി കൂട്ടുന്ന ആളുണ്ട്. അപ്പം ആൾ പെറുക്കി കൂട്ടിയിട്ട് ഒരു മൂലൊക്കെ കൂട്ടിക്കോളും വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞു അപ്പുറത്തേക്ക് ഈ ഓല ഇടാൻ വേണ്ടി. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അവർക്ക് വീണ്ടും പണിയല്ലേ അപ്പുറത്തേക്ക് ഇട്ടാൽ. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഞാൻ ബാക്ക് സൈഡിൽ കൊണ്ടുപോയാക്കാമെന്ന് പറഞ്ഞു. തേങ്ങ മാത്രം അപ്പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇതിലൂടെ, ഈ കോമ്പൗണ്ട് വാളിൻ്റെ അപ്പുറത്ത് കൂടെ. കോമ്പൗണ്ട് വാളിൻ്റെ അകത്ത് ഒരു 3-4 തെങ്ങേ ഉള്ളൂ കേട്ടോ, ബാക്കി പുറത്താണ്. നമ്മളുടെ തന്നെയാണ്. അതുകൊണ്ട് ഇനിയിപ്പം അപ്പുറത്തേക്ക് ഇട്ടിട്ട് അപ്പുറത്തെ പറമ്പിലൊക്കെ തേങ്ങ ഇട്ടെന്ന് പറയണ്ട. അത് തന്നെയാണ്. ഇനിയിപ്പോൾ അതൊക്കെ കൂടി പെറുക്കി കൂട്ടി ഒരു സ്ഥലത്ത് ആക്കണം. പിന്നെ വിറക് പോലെ ഉണ്ടാക്കിയിട്ടില്ല, അതാണിപ്പോൾ മെയിൻ കാര്യം. അപ്പോൾ ഇനി ഉണ്ടാക്കുന്നുണ്ട് ബാക്ക് സൈഡിൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല മോഡലോ ഡിസൈൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ലിങ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യണം. എനിക്ക് എന്താ പറയുക, നമ്മൾ സ്റ്റാൻഡ് വെച്ചിട്ടുള്ള വിറക് പുരയിൽ ഞാൻ എവിടെയൊക്കെയോ വീടുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഒന്നും കാണാനില്ല. അവർ പറഞ്ഞു എന്തെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറുതാണ്, വലുതായിട്ട് ആക്കുന്നില്ല. നമുക്ക് മുമ്പ് വലിയൊരു വിറക് പുരയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ആവശ്യത്തിന് മാത്രം വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെറിയൊരു വിറക് പുര ഉണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെന്താ, അങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കയറി. വീടിൻ്റെ അകത്തോട്ടുള്ള ഓൾറെഡി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റത്തെ 2 വ്ളോഗ്സിലും അതന്നെ പറഞ്ഞിട്ടുള്ളത്. എനിക്കിങ്ങനെ ഒരു തപ്പപ്പയുണ്ട്, എന്താണ് ചെയ്യേണ്ടത്, വീഡിയോ എടുക്കുമ്പോൾ ഒന്നും സെറ്റായിട്ട് കിട്ടുന്നില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവരും പറഞ്ഞ് അങ്ങനെ സെറ്റായി കിട്ടാൻ 2-3 മാസം പിടിക്കും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് സെറ്റായി കിട്ടാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. കാരണം നമ്മൾ ഫുൾ ടൈം ഇതിൻ്റെ പുറകെയല്ലല്ലോ നടക്കുന്നത്, നമ്മൾക്ക് നമ്മുടെ ജോലിയും കൂടി ചെയ്യണമല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാം സെറ്റായിക്കോളും. പിന്നെ ഇവിടെ വീട്ടിൽ സഹായത്തിന് ആളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സഹായത്തിന് ആളുണ്ട്. ആളെ ഫേസ് കാണിക്കേണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ കാണിക്കാഞ്ഞത്. അപ്പോൾ ഇന്ന് ഇത്താനോട് ചോദിച്ചപ്പോൾ ഇത്ത പറഞ്ഞു മുഖം കാണിക്കാണ്ട് വീഡിയോ എടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആൾ രാവിലെ എത്തും, ഉച്ചയ്ക്ക് ശേഷം പോകും. അങ്ങനെ ഇൻഷാ അല്ലാഹ് അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ് ഉണ്ട് സഹായത്തിന് ഒരാൾ. പിന്നെ അതില്ലാണ്ട് നടക്കില്ലല്ലോ. പിന്നെ എല്ലാ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസത്തെ വ്ളോഗിലൊന്നും ആളില്ലായിരുന്നു കേട്ടോ. എന്താ വരണ്ടാന്ന് പറഞ്ഞിരുന്നു. ഇവിടെ പണിയായതുകൊണ്ട് നമുക്ക് വല്ലാണ്ട് കിച്ചണിൽ പണിയും ക്ലീനിങ്ങും ഒന്നും പറ്റില്ല. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അടുപ്പത്ത് ചോറവിടെ
വെച്ചിട്ടുണ്ട്. അതിനി തിളക്കുമ്പോഴേക്കും കറീൻ്റെ പരിപാടി നോക്കണം. കറിക്കാണെങ്കിൽ മീനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. തലേ ദിവസം കൊണ്ടുവന്ന വീഡിയോയിൽ കാണിച്ചില്ലേ അത്. രാവിലെ ആണെങ്കിൽ എലൽപ്പരത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തലേ ദിവസത്തെ മീൻ കറിയായിരുന്നു. അപ്പോൾ ചായ കുടിച്ചതിൻ്റെ തുടച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല. എനിക്കുണ്ടല്ലോ ഇതിങ്ങനെ കിടക്കുന്ന ഇഷ്ടമല്ല, പക്ഷേ അത് ക്ലീൻ ആക്കാനുള്ള സമയമില്ല. ഞാൻ ഇനി മക്കൾക്ക് പഠിപ്പിച്ചെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഓരോന്നും ഭക്ഷണം കഴിച്ച് ഞാൻ ക്ലീൻ ആക്കൽ. പിന്നെ അത് കണ്ട ഇവിടെ അവിടെ അപ്പുറത്ത് ഒരു പരിപാടി, ഇവിടെ ടൈലിൻ്റെ അവിടെ വേറെ പരിപാടി. ഇനിയിപ്പോൾ നാളെ അത്യാവശ്യം 2-3 ആൾക്കാർ ടീം വരുന്നുണ്ട്. നാളെയും മറ്റന്നാളെയും അത്യാവശ്യം ഇവിടെ പണികളുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോകാൻ ഇറങ്ങുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. പിന്നെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സും വാങ്ങിക്കാനുണ്ട്. അപ്പോൾ റോസ് ഒളിച്ച് നിൽക്കുകയാണ് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട്, പിന്നെ അകത്തേക്ക് ഓടി. അപ്പം അവിടെ കറിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ സെറ്റാണ്. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വേഗം പോയി വേഗം വരണം. റൂയിനെ കൊണ്ടുപോകുന്നുണ്ട്. റൂയിനെ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പണിയാവും. റൂയിനെയും കൊണ്ട് പോവുകയാണ്. ഫസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സ് നോക്കാനാണ് പോകുന്നത്. അത് വല്ലാണ്ടൊന്നും വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നില്ല, കാരണം ഒന്ന് സെറ്റാക്കി വരാണ്ട്. കുറച്ച് നമ്മളെ വീട്ടിനകത്ത് കുറേ സാധനങ്ങൾ കുത്തി നിറക്കുന്നത് എനിക്കിഷ്ടമില്ല. ഇവിടെ ഇക്കാക്ക് ഇങ്ങനെ കുറേ പച്ചപ്പ് കാണണം, പക്ഷേ എനിക്കാണെങ്കിൽ ഈ പച്ചപ്പൊക്കെ നമ്മൾ കുറേ സാധനങ്ങൾ കുത്തി നിറക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വൃത്തിയാക്കണം, ഇല്ലെങ്കിൽ പിന്നെ ആകെ മൊത്തം പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് വൃത്തിയാക്കണ പണികൾ എനിക്കിഷ്ടമില്ല. ഞാൻ ആദ്യം തന്നെ പറയുന്നു, എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കണം. തുടക്കുന്ന സമയത്ത് ചവിട്ടി പോലും വെക്കുന്നത് എനിക്കിഷ്ടമല്ല. ചവിട്ടി എടുത്തിട്ടുണ്ടേ. അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ചിട്ടില്ല. എനിക്ക് വോളിലാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ആർക്കിടെക്ചർ നിർബന്ധത്തിൽ കുറച്ച് വോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. ക്ലീൻ ആക്കാനും എളുപ്പമാണ്, വല്ലാണ്ട് പൊടി പിടിക്കില്ല, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്യാനുണ്ട്. സമയം കിട്ടുമ്പോഴേ സെറ്റാക്കുന്നുണ്ടാവുള്ളൂ. ഒരുപാട് പണികൾ വേറെയും കിടപ്പുണ്ട്. പിന്നെന്താ, പോകുന്ന വഴിക്ക് അവിൽ മിൽക്ക് കുടിക്കാൻ ഇറങ്ങിയതാണ്. ഇക്കാക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ കുടിക്കണം. പ്രത്യേകിച്ച് ഇവിടെ ഈ ഭാഗത്ത് അബ്ബാസ്ഖാൻ്റെ ഒരു അവിൽ മിൽക്കിൻ്റെ ഷോപ്പുണ്ട്, വയലത്തൂർ പൊന്മുണ്ട ഭാഗത്ത്. അപ്പോൾ അവിടുന്ന് അവിൽ മിൽക്ക് കുടിക്കാൻ ഇറങ്ങിയപ്പം എന്നോട് ചായ വേണമെന്ന് ചോദിച്ചു. എനിക്ക് ഈ അവിൽ മിൽക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഇരുന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. അപ്പം ഞാൻ കുറച്ചധികം കുടിച്ചു. അപ്പോൾ ഇക്ക രണ്ടാമത് വീണ്ടും ഓർഡർ ചെയ്തു. അങ്ങനെ അവിൽ മിൽക്കൊക്കെ കുടിച്ചിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെ ചിക്കൻ വാങ്ങിക്കാനുണ്ട്. എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വീട്ടമ്മമാരായപ്പോഴേ ഇതുവരെ ഫ്ലാറ്റ് അമ്മമാരായിരുന്നല്ലേ, ഇപ്പോൾ വീട്ടമ്മമാരായപ്പോൾ എന്താ പറയുക, എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ ആലോചിക്കുമ്പോഴുണ്ടല്ലോ, ചുറ്റുപാടുകളൊക്കെ നോക്കുന്ന ആലോചിക്കുമ്പോൾ ശരിക്കും രസമുണ്ട്, പക്ഷേ ഒരു ടെൻഷനുമുണ്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയിട്ടില്ല. ഞാൻ ഇറങ്ങിയാൽ റൂഹി ഇറങ്ങും. റൂഹിക്ക് പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കയറുണ്ടാവുള്ളൂ. അങ്ങനെ പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ചോറ് അവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് അവിടുത്തെ അത് ഊറ്റിയെടുക്കും. പക്ഷെ എന്നാലും കറിയൊക്കെ ഉണ്ടാക്കാണ്ട്. റൂഹിമോള് ബ്രെഡ് വാങ്ങിച്ച സന്തോഷത്തില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡ് ഇങ്ങനെ പച്ചക്ക് കഴിക്കാൻ. ബ്രെഡും വെള്ളവും മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്നും ഞാനിതുവരെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ നല്ല രീതിയിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു നെയിം ബോർഡില്ലേ, തൻവീസ് ഐഷ മാൻഷൻ എന്നുള്ളത്, അത് കാണുന്നില്ല കേട്ടോ. എനിക്കെന്തോ എൻ്റെ ഫോണിലെന്തോ സെറ്റിങ്സ് എന്തോ മാറിക്കണം തോന്നുന്നു. ചിലതൊന്നും ബ്ലറായിട്ടാണ് പോകുന്നത്, അതറിയില്ല. ഇൻഷാ അല്ലാ സെറ്റാക്കണം. ആ ഒരു ഹറിബറിയിലേ എന്തൊക്കെയോ സെറ്റിങ്സ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇത്തുണ്ടെന്ന്, ആ ഇത്താണ് അവിടെ ഇപ്പോൾ മാറി നിൽക്കുന്നത്. പിന്നെ ഉമ്മാനെയും കുറേ ആൾക്കാർ ചോദിച്ചിരുന്നല്ലോ. അപ്പോൾ എന്തായാലും ഉമ്മാനെ ഇന്നത്തെ വീഡിയോയിൽ നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ ഈ ഒരു സ്പേസ് ഇല്ല, ഇരിക്കുന്ന സ്പേസ്, അത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. നിങ്ങൾ വീട്ടിൽ കിച്ചണൊക്കെ ഉണ്ടാക്കുമ്പോൾ, മോഡുലാർ കിച്ചൺ ഉണ്ടാക്കുമ്പോൾ ഇതുപോലൊരു സ്പേസ് ഉണ്ടാക്കിക്കോളൂ. നമുക്കതിനെ ഒന്ന് ഇരുന്ന്, ഇതിനൊന്നും നമ്മൾ ഹോളിലേക്ക് പോകണ്ടല്ലോ, നമ്മൾ കൂടുതലും കിച്ചണിലല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഫോൺ നോക്കാനും അല്ലെങ്കിൽ ഒന്ന് ഇരിക്കാനൊക്കെ നല്ലൊരു സ്പേസ് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഡൈനിങ് ടേബിൾ, കിച്ചണിൽ തന്നെ ഒരു ഡൈനിങ് ടേബിളും ചെയർസും ഒക്കെ ഉള്ളത്. നമ്മളെ ഫ്രിഡ്ജ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡബിൾ ഡോർ തന്നെയാണ്. ഒന്ന് മൊത്തം ഫ്രീസറും ഒന്ന് ഫ്രിഡ്ജുമാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. പിന്നെ ഫ്രിഡ്ജിൽ സാധനങ്ങൾ വെക്കുകയാണ്.
പിന്നെ എനിക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ള പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എൻ്റെ അടുത്ത് ഉണ്ട്, എവിടെയൊക്കെയോ കിടക്കുന്നത്. അതൊന്നും സെറ്റാക്കിയിട്ടില്ല. കാരണം 2 ദിവസം ഇനി നമ്മൾക്ക് കിച്ചണ് എല്ലാം മാറ്റി കൊടുക്കണം. അത്ര ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. കാരണം ഇവർക്ക് മൊത്തം കിച്ചണിൽ കുറേ സാധനങ്ങൾ വെക്കാനുണ്ട്. ഈ ഫസ്റ്റ് കിച്ചണില്ലേ, വൈറ്റ് കിച്ചൺ, അത് കംപ്ലീറ്റ്ലി പണി കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ ഹൈറ്റ് ചെയർസ് ഇല്ലേ, അതൊക്കെ ഉണ്ട്, വരാൻ കിടപ്പുണ്ട്. പിന്നെ ടൈല് പോയിൻ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് സാധനങ്ങളൊന്നും ഇവിടെ കുത്തി നിറച്ചിട്ടില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇത്താൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എവിടേക്ക് എന്തൊക്കെയാണ് വെച്ചെന്നുള്ളത് എനിക്ക് തന്നെ ഓർമ്മയില്ല. പിന്നെ കിച്ചന് കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു വീഡിയോ നന്നായിട്ട് കാണിക്കാൻ വേണ്ടി. റോയിമോൾ അവിടെ കണ്ടോ ബ്രെഡ് കഴിക്കുന്ന, അത് പച്ചക്ക് ബ്രെഡ് കഴിക്കുന്ന ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ വേഗം മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. മീൻകറി എൻ്റെ സിമ്പിൾ മീൻകറിയാണ്. ഞാൻ ഇത്തനോട് ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3-4 തക്കാളി ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചട്ടിയിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഇവിടെ ഉണ്ടല്ലോ, ഈ ഒരു പാത്രം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് തോന്നി. കാരണം ഒരുപാട് പൊടികളൊന്നും ഇതിനകത്ത് കുത്തി നിറയ്ക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ആ ഒരു പാത്രം മാത്രം തുറന്നാൽ മതി. മറ്റേ നമ്മൾ കയ്യിൽ പൊടിയായ നമ്മൾ മറ്റേ പാത്രം തുറക്കലും ഒക്കെ കൂടി തുറക്കലും അടക്കലും എല്ലാം കൂടി അപ്പോൾ ബുദ്ധിമുട്ടല്ലേ. നമുക്ക് അത്യാവശ്യം കറിക്കായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ ഒരു പാത്രത്തിനകത്ത് വെക്കുകയാണെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എളുപ്പത്തിലാവും. പിന്നെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനെല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ പുളി അവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പുളി ഒഴിച്ചു കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം മീനിട്ട് കൊടുക്കുക, വീണ്ടും തിളപ്പിക്കുക. പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഉലുവയും കൂടി ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് വറവിട്ട് കൊടുക്കുക. അത്ര തന്നെ ഉള്ളൂ. അപ്പം ഇത്തവിടെ ചിക്കൻ കഴുകുന്നുണ്ട്. പിന്നെ ഉപ്പേരിക്കായിട്ട് വെണ്ടയ്ക്ക ഉണ്ട്. വെണ്ടയ്ക്കേൻ്റെ കാര്യം മറന്നുപോയി ആദ്യം. ഇവിടെ ഇക്കാക്ക് ഉപ്പേരി ഇല്ലാണ്ട് ചോറ് ഇറങ്ങൂല കേട്ടോ, എന്തെങ്കിലും ഒരു ഉപ്പേരി വേണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ വെണ്ടക്ക ഫ്രൈ ആക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമില്ല, കഴിക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനിത് അവിടെ ഇങ്ങനെ മീൻ കറിക്കുള്ള മസാല വേവിക്കണമല്ലോ, എന്നിട്ടല്ലേ മീൻ ഇടാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇടയിൽ വീണ്ടും പണിക്കാർ വന്നു, സ്റ്റൗവിൻ്റെ പണിക്കാർ. അപ്പം ആദ്യം അവിടെ മീൻസ് മസാല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശമായി മീനിടാൻ നേരത്താണ് സ്റ്റവ് ഇവിടെ അതിൻ്റെ പൈപ്പില്ലേ, സ്റ്റവിൻ്റെ പൈപ്പ്, നമ്മൾ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ നിന്ന് നേരെ ഡോർ തുറക്കുന്ന സ്ഥലത്ത് നിന്ന് നോക്കിയാൽ, മെയിൻ ഡോറിൽ നിന്ന് നോക്കിയാൽ നേരെ കാണുന്നത് ഈ ഗ്യാസിൻ്റെ കുറ്റിയാണ്. അപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹൗസ് വാമിങ്ങിന് അന്ന് നമ്മൾ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്, പൈപ്പ് നീട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് അത് തിളപ്പിക്കാൻ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവർ വരുന്നത്. അപ്പോൾ മീനിടാൻ നേരത്ത് അവിടെ ഒരു മാറ്റൽ വന്നു. നമ്മളിങ്ങനെ പണിയെടുക്കുന്നതിനിടയിലുണ്ടല്ലോ, ആരെങ്കിലും വന്നാൽ പിന്നെ ആ ഫ്ലോ ആണ് മിസ്സാവും. അപ്പോൾ ഇന്ന് വേഗം കറിയൊക്കെ വേഗം ആക്കിക്കാണ്ട് ബാക്കി പരിപാടിക്ക് ഇറങ്ങിയതാണ്. പക്ഷേ അത് സെറ്റായില്ല. അപ്പോൾ പാത്രങ്ങളൊക്കെ ആ പാത്രത്തിൽ മസാലപ്പൊടികളായതുകൊണ്ട് ആവശ്യം കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മളെ പുതിയ സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഇറക്കാനുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ കിച്ചണൊക്കെ ഒന്ന് സെറ്റാവട്ടെ, എന്നിട്ട് ഞാൻ അതൊക്കെ ഇറക്കുള്ളൂ. അത് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ പൊട്ടലും ചീറ്റലൊക്കെ ശ്രദ്ധിക്കണം, നന്നായിട്ട് നോക്കും വേണമല്ലോ. അപ്പോൾ അതോട് ഒതുക്കി വെക്കും വേണമല്ലോ അതും. അപ്പോൾ ഉമ്മ വെണ്ടക്ക മുറിക്കാമെന്ന് പറഞ്ഞു. ഉമ്മക്ക് പിന്നെ കട്ടിംഗ് ബോർഡൊന്നും ഇഷ്ടമല്ല വെണ്ടക്ക മുറിക്കാൻ, കയ്യിലാണ് മുറിക്കൽ. അപ്പോൾ ഉമ്മ അങ്ങനെ മുറിക്കാന്ന്, നിങ്ങളെ കട്ടിംഗ് ബോർഡൊന്നും എനിക്ക് ആവശ്യമില്ല, വെണ്ടക്ക ഇങ്ങനെ മുറിച്ചാൽ മതി എന്നിട്ട് ഉമ്മ അവിടെ ഇരുന്നിട്ട് മുറിക്കുന്നുണ്ട്. അവിടെ മറ്റേ താത്ത കട്ട് ചെയ്തും കൊടുക്കുന്നുണ്ട്, തണ്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ വരുന്നത് എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ്. കുറേ ഗസ്റ്റുകൾ വരുന്ന സമയത്ത് ഞാൻ വോയിസ് ഓവർ കൊടുക്കല്ലെങ്കിൽ എൻ്റെ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവും. ചില വീഡിയോസ് എനിക്ക് ആ കറക്റ്റ് സമയത്ത് ഇട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് പിന്നെ വ്യൂസ് കിട്ടില്ലല്ലോ. ശരിക്കും എൻ്റെ ടൈമിംഗ് ഒക്കെ മാറിയിട്ടുണ്ട്. ഞാൻ 2 മണിക്കൊക്കെ ഇടുന്നത് ഇപ്പം 4 മണിക്കൊക്കെ ഇടുന്നത്. അത് ഇതുകൊണ്ടാണ് ചിലപ്പം ചില സമയത്തായിരിക്കും ഗസ്റ്റ് വരിക, അപ്പോൾ ആകെ മൊത്തം ഫ്ലോപ്പായി പോവും. അങ്ങനെ അപ്പോൾ നമ്മൾ മീൻ കറീൻ്റെ മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെയിൻ ഡോർ നേരെ കാണുന്ന ആ ഒരു വ്യൂ കണ്ട ഗ്യാസും കുറ്റി, അപ്പോൾ അത് അവിടുന്ന് മാറ്റിയിട്ട് കാണാത്ത ഭാഗത്തേക്ക് വെക്കണം. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ മസാല തിളപ്പിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇവരുടെ പണി കഴിഞ്ഞിട്ട് വേണം തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. റൂഹി പിന്നെ റീനുവിൻ്റെ കൂടെ തന്നെയാണ് കൂടുതലുണ്ടാവുക. അപ്പോൾ അവൾക്കും ഷോൾ കുത്തണം, റീനുവിൻ്റെ പോലെ കുത്തണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ റീനു കുത്തി കൊടുക്കുകയാണ്. ഈ ഒരു ഏരിയ ഒക്കെ ഞാൻ നന്നായിട്ട് കാണിക്കാം കേട്ടോ വീഡിയോയിൽ. ഇൻഷാ അല്ലാ നല്ലൊരു ഏരിയയാണ്, നല്ലൊരു ആംബിയൻസുള്ള ഏരിയ. ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ പറഞ്ഞിരുന്നു.
പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഈ വീട്ടിൽ നമ്മൾ ഫുള്ള് പണി തീരാണ്ട് കയറി ഇരിക്കാത്തതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. കാരണം ഇടയ്ക്ക് വെച്ചിട്ട് പണി ബ്രേക്ക് ചെയ്യുക. നമുക്ക് എന്താ പറയുക, അവിടുന്ന് ഇവിടുന്നൊക്കെ പണിക്കാരുണ്ടാവുക, പിന്നെ ഗസ്റ്റുകൾ വരിക, അതിനിടയ്ക്ക് നമുക്ക് ക്ലീനിങ് ചെയ്യണം, എല്ലാം കൂടി ആകുമ്പോഴേ ഒരു തലവേദന തന്നെയാണ്. ശരിക്കും എല്ലാ പണികളും കഴിഞ്ഞിട്ട് വീട് കയറി ഇരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമ്മളുടെ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ കയറിയിരുന്നു. എല്ലാവരും പറയുമല്ലോ ബാക്കി പണി നമ്മൾ വീട് ഇരുന്നിട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എല്ലാം കഴിഞ്ഞിട്ട് കയറിയിരിക്കുക. കയറുന്നതിന് ശേഷം പിന്നെ വേറെ പണി പാടില്ല. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. ഒരുപാട് വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചു ഇന്ന്, പക്ഷേ ഇതൊക്കെ കാരണം പറ്റിയില്ല. അപ്പോൾ ബൈ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ.